വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് റെസൊല്യൂഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലെ. ആ വർഷം ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ വേണ്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് അല്ലെ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങളുടെ ഈ വർഷത്തെ റെസൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ എടുക്കുക. കാരണം ഇത് നിങ്ങളെ ആരോഗ്യപരമായിട്ടുള്ള ബന്ധങ്ങളെ സൃഷ്ടിക്കാനും ചില റിലേഷൻഷിപ്പിൽ ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂടെയുള്ള ആളുകളെ മനസ്സിലാക്കാനും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇമോഷണൽ സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാനും ഇത് നിങ്ങളെ സഹായിക്കും. ഈ 2 തരം ആളുകളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളായിരിക്കാം. ആദ്യത്തെ ആളുകള് വാക്കുകൾ കൊണ്ട് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത ആളുകളായിരിക്കാം. പക്ഷെ അവര് നമ്മൾ എത്രമാത്രം കൺസിഡർ ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ അവരുടെ ആക്ഷനിൽ അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അവര് നമ്മളോട് ഒരുപാട് മധുരം കൂട്ടി സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിൽ നിങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് അവരുടെ ആക്ഷനിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ആളുകളെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തരുത്. ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അവരുടെ വാക്കിൽ നമ്മളെ മോഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. ഒരുപാട് മനോഹരമായിട്ട് അവർ സംസാരിക്കുന്നുണ്ടായിരിക്കും, മധുരമായിട്ട് സംസാരിക്കുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ നമ്മൾ എത്രമാത്രം പരിഗണിക്കുന്നുണ്ട്, നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാക്കിൽ അവർ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കണം. പക്ഷേ അവരുടെ ആക്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ കാര്യം കൂടെ കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. സോ അവരുടെ വാക്കുകൾ, അവർ പറയുന്ന കാര്യവും അവരുടെ ആക്ഷനും തമ്മിൽ വലിയൊരു അന്തരം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാരും ആയിക്കോട്ടെ, നിങ്ങളുടെ പാർട്ട്ണറോ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരാണെന്നുണ്ടെങ്കിലും അവരൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അവരെന്താണ് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവരിങ്ങനെ ഇത്ര മധുരമായിട്ട് നിങ്ങളെടുത്ത് സംസാരിക്കുന്നത്, എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. ഈ വർഷം ഇങ്ങനത്തെ ആളുകളെ കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ ജനറേഷനിൽ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ആളുകളെ മനസ്സിലാക്കുക അല്ലെങ്കിൽ അവരെ കിട്ടുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് അവരുടെ വാക്കുകളിൽ മാത്രം എന്നുള്ളതല്ല, അവരുടെ പ്രവൃത്തിയിലും നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനത്തെ ആളുകളെ നിങ്ങൾ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താതിരിക്കുക. കാരണം അവരാണ് നിങ്ങൾക്ക് റിയൽ ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സീ യു സൂൺ വിത്ത് അനദർ.